ഹായ് ഫ്രണ്ട്സ്, വളരെ എന്താ പറയുക മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള ഒരു ക്യാൻഡിലായിരുന്നു ഇന്നലെ വന്നത്. എക്സലൻറ്റ് ക്യാൻഡിലാണ് ഇന്നലെ വന്നത്. നിങ്ങൾ ഇന്നലത്തെ ക്യാൻഡിലാണ് നിങ്ങൾ നോക്കിയാൽ കാണാം. ഈ ക്യാൻഡിൽ പ്രത്യേകത എന്താണ്? ഈ ക്യാൻഡിൽ 2-3 പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു പക്ക ഹാമർ ക്യാൻഡിലാണ്. നോക്കൂ, ബ്യൂട്ടിഫുൾ ഹാമർ ക്യാൻഡിലാണ്, പക്ക ഹാമർ ക്യാൻഡിലാണ്. രണ്ടാമത്തെ കാര്യം, ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന 2 ways ഹൈ ആണ്. നിഫ്റ്റിയുടെ ക്യാൻഡിൽ ക്ലോസ് 2 ways ഹൈ ആണ്. ഇത് രണ്ടും കാണിക്കുന്നത് എന്താ പറയുക, ബയർ ഇൻട്രസ്റ്റിനെയാണ്. ഇതിനോടൊപ്പം തന്നെ ബയർ ഇൻട്രസ്റ്റ് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് വോളിയം കൂടെ നോക്കാം. ഞാൻ വോളിയം ഓൺ ചെയ്തിട്ടുണ്ട്. വോളിയം കൂടെ നോക്കിയാൽ നമുക്ക് നോക്കൂ, വോളിയം നോക്കൂ, എക്സലൻറ്റ് വോളിയമാണ്. ഈ അടുത്ത കാലത്ത് വന്ന ബെസ്റ്റ് വോളിയമാണ്, ഗ്രീൻ വോളിയമാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. നോക്കൂ, ഈ അടുത്ത കാലത്ത് വന്ന ബെസ്റ്റ് വോളിയം. ഇതിനു മുമ്പ് ഒരു ഗ്രെഡ് വോളിയമാണ് ഏപ്രിൽ 18 വന്ന്, അതിനേക്കാളിലും ഹയർ വോളിയത്തിലാണ് ഇന്ന് നിഫ്റ്റിയിൽ ബ്യൂട്ടിഫുൾ ബൈ നടന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ ബയർ ഇൻട്രസ്റ്റിൻ്റെ എസ്കലേഷൻ ഓഫ് ബയർ ഇൻട്രസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കും. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് ആക്ച്വലി. നൗ നിഫ്റ്റി ഒരു 4 hours ചാർട്ട് എടുക്കാമെങ്കിൽ നിഫ്റ്റി ബേസിക്കലി ഒരു എന്താ പറയേണ്ട ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് വന്നിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആ സോണിൻ്റെ അകത്ത് നിഫ്റ്റി കയറി തന്നെ പവർഫുള്ളായിട്ട് കയറിയിരിക്കുന്നത്. ആ സോണിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കയറിയെന്നൊക്കെ നമുക്ക് അലങ്കാരമായിട്ട് പറയാം. ആ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. നോക്കാം, ഈ ഒരു ലെവലാണ് സോൺ എന്ന് പറയുന്നത്. ആ സോൺ അല്പം കൂടെ ദിസ് ഈസ് ദി എക്സാക്ട് ലെവൽ. സോ ഈ സോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് 22,667 വരെ, 22,472 പോലെ 22,667 വരെയുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണിലേക്കാണ് നിഫ്റ്റി കയറിയിരിക്കുന്നത്. പക്ഷേ കയറിയ നിഫ്റ്റി പവർഫുള്ളായിട്ട് കയറിയിരിക്കുന്നത്. നിഫ്റ്റി പവർഫുള്ളായിട്ട് കയറിയെന്ന് മാത്രമല്ല, ആ നിഫ്റ്റിയുടെ കെട്ടിൽ തന്നെ സ്ട്രോങ് വോളിയം ഉണ്ടെന്നുള്ളത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. നിഫ്റ്റി മൂവിങ് ആവറേജസ് നോക്കാൻ നേരത്ത് മൂവിങ് ആവറേജ് 10ൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് വെരി ഗുഡ് തിങ്. മൂവിങ് ആവറേജ് 21ൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. രണ്ടും കാണിക്കുന്നത് നിഫ്റ്റിയെ വീണ്ടും ഒരു പരിധിവരെയൊക്കെ നിഫ്റ്റിയിലെ പവർ, നിഫ്റ്റിയുടെ എന്താ പറയുക മൊമെൻറ്റം തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. നമുക്ക് RSIയും കൂടെ നിഫ്റ്റിയുടെ ഒന്ന് നോക്കാം. സോ നിഫ്റ്റി RSI കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് വീഡിയോ 2 ദിവസം മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് 40 ചില്ലറ സംതിങ് അറൗണ്ട് 47 ആയിരുന്നെങ്കിൽ ഇന്ന് RSI 55.84 56ലേക്ക് വന്നിട്ടുണ്ട്. RSI ഒരു 60 ഒക്കെ മേളിൽ പോയിരുന്നെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ എസ്കലേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത്, മൊമെൻറ്റം എസ്കലേഷൻ ഓൾറെഡി തുടങ്ങി. എങ്കിൽ പോലും നമുക്ക് എന്താ പറയേണ്ടത്, നമുക്ക് ഓൺ ആൻ ആവറേജ് RSI ഒരു 60ക്ക് മുകളിലൊക്കെ എസ്പെഷ്യലി റെസിസ്റ്റൻസ് സോണിൽ മൊമെൻറ്റം സ്ട്രോങ് ആയിട്ട് ഉണ്ടെങ്കിൽ കയറി പോകാൻ സാധിക്കത്തുള്ളൂ. സോ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്സ് വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് 15 മിനിറ്റ്സിലെ അനാലിസിസ് നമുക്ക് നടത്താം. അതാണ് 15 മിനിറ്റ്സിലെ ചാർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ നിഫ്റ്റി 15 മിനിറ്റ്സിലെ ചാർട്ടാണ്. നിഫ്റ്റി 15 മിനിറ്റ്സിലും നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് സോണിൽ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോണിൽ വ്യത്യാസമൊന്നുമില്ല, റെസിസ്റ്റൻസ് സോണിലേക്ക് നിഫ്റ്റി കയറുന്നതൊക്കെ പറയാൻ സാധിക്കും. 15 മിനിറ്റ്സിലെ സോൺ എന്ന് പറയുന്നത് അപ് ടു ദിസ് ലെവൽ വരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് എക്സാക്ട് സോൺ. സോൺ എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, 15 മിനിറ്റിലെ സോൺ 22,504 അതുപോലെ തന്നെ താഴത്തേക്ക് നിഫ്റ്റി കയറിയ ലെവലും കൂടെ നോക്കാൻ നേരത്ത് നിഫ്റ്റി 22,504 ഈ ലെവല് 22,378 ഇടയ്ക്കുള്ള സോണാണ് 15 മിനിറ്റ്സിലെ റെസിസ്റ്റൻസ് സോൺ. സോ 504 കട്ട് ചെയ്ത് സ്ട്രോങ് ക്യാൻഡിൽ വിത്ത് വോളിയം ക്ലോസ് ചെയ്യണം. 22,504 ക്രിട്ടിക്കൽ സോൺ. ഒരു പക്ഷേ നിഫ്റ്റി ഇനി താഴത്തേക്ക് വരികയാണ്, ഒരു പുൾ ബാക്കിൽ ഇത്രയൊക്കെ നിഫ്റ്റി കയറിയതല്ലേ, പുൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും നമ്മുടെ ആദ്യത്തെ ലെവൽ, ഈ ഒരു ലെവലിന് സപ്പോർട്ട് കൊടുക്കാൻ തീർച്ചയായും സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. സോ ഇനി ഇവിടെ ടച്ച് ചെയ്ത് ഒരു ടെമ്പററി ആയിട്ടൊന്ന് താഴെ വന്നാൽ പോലും ദിസ് ലെവൽ ക്യാൻ ആക്ട് വെരി സ്ട്രോങ് ആക്ച്വലി. സോ ഇത് ഈ ഒരു ലെവൽ നല്ലോണം ആക്ട് ചെയ്യാൻ സാധിക്കും. ആ ലെവലെന്ന് പറയുന്നത് സംതിങ് 22,315 22,220 ഇടയ്ക്കുള്ള ലെവലാണ്. സോ ഈ ലെവലിൽ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ സോണൊക്കെ കട്ട് ചെയ്ത് പോട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. സോ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ചാർട്ട് നിങ്ങൾ നോക്കൂ, എന്താ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് സ്ട്രോങ് ക്യാൻഡിൽ ഒന്നുമല്ല, ഒരു വീക്ക് ക്യാൻഡിലാണ്. ഇന്ന് നിഫ്റ്റി കയറിയുകൊണ്ട് നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കയറിയെന്നുള്ളൂ, അല്ലാതെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ബാങ്ക് നിഫ്റ്റി കാണിച്ചു തുടങ്ങിയിട്ടില്ല. സോ ദാറ്റ്സ് അതൊരു ഒരു 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 മാറ്റർ ഓഫ് കൺസേൺ ആണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും ഒരു 4 hour ചാർട്ട് എടുത്താൽ നമുക്ക് കറക്റ്റ് റെസിസ്റ്റൻസിലാണ് ബാങ്ക് നിഫ്റ്റിയും കയറി നിൽക്കുന്നത്. 48,880 വരെയുള്ള സോണാണ്. സംതിങ് അറൗണ്ട് 600 പോയിൻ്റ് സ്ട്രോങ് റെസിസ്റ്റൻസ് സോണാണ്. ഈ സോണിനെ കട്ട് ചെയ്ത് പോയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയെ പോലെ പവറിലേക്ക് വന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നലത്തെ ദിവസം സോഫാർ അനൗൺസ് ചെയ്ത റിസൾട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ടായിരുന്നു സൺഷീറ്റ് കെമിക്കൽസിൻ്റെ. മൈക്രോ ക്യാപ്പാണ് 655 കോടിയേ ഉള്ളൂ. എന്നാലും സ്റ്റോക്ക് പ്രൈസ് നോക്കുക 932 ആയി. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് 20% ആ സ്റ്റോക്ക് കയറിയത്. സ്റ്റോക്ക് ഈ 20% കയറിയിട്ട് പോലും 36.4 ആയിട്ടുള്ളൂ. ഇൻഡസ്ട്രി പിയോടൊപ്പം വന്നിട്ടേ ഉള്ളൂ. പ്രൊമോട്ടർ ഓൺലി ഈസ് വെരി ഗുഡ് 62.4 ആൻഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ സ്ലൈറ്റ്ലി ഡെറ്റ് കൂടുതലാണ്. അതർവൈസ് വെരി ഗുഡ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ടോപ്പ് ലൈൻ 66 കോടി എന്നുള്ളത് ഡിസംബറിൽ 65
ആ ഈ മാർച്ചിൽ 85 crores ആയി. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7.32 10.61 ആയി, അവിടുന്ന് 12.16 ആയി. ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ OPM എക്സ്പാൻഷൻ കഴിഞ്ഞ ക്വാർട്ടറിൽ 16.37 ഉണ്ടായിരുന്നു. ഈ ക്വാർട്ടറിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു ഹാർഡ്ലി 2% വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലമായിട്ട് നോക്കാൻ നേരത്തെ ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. 11 എന്നുള്ളത് 14.22 ആയി കഴിഞ്ഞു. ആൻഡ് എൺസ് പെർ ഷെയർ എന്ന് പറയുക 8.15 കഴിഞ്ഞ മാർച്ചിൽ 4.56 ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ക്ലോസ് ടു ഡബിളായി നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് P&L കൊണ്ട് നോക്കുക, ഈ കമ്പനിക്ക് 2 കോടി വരെ താഴെ പോയൊരു കാലഘട്ടം ഉണ്ടായത് 2015 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അവിടെ നിന്നും കമ്പനിയുടെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് കാഴ്ചവെച്ചിരിക്കുന്നത്, 40 കോടി എന്ന് പറയുന്നത്. ആൻഡ് OPM എക്സ്പാൻഷൻ 13% 14% ആയി മാറി. ടോപ്പ് ലൈൻ 245 283 ആയി മാറി. കമൻറ്റബിൾ പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് റിസർവ് നോക്കുക 59 കോടിയിൽ നിന്നും 75 കോടി. എക്സലൻറ്റ് റിസർവാണ്. സംതിങ് അറൗണ്ട് 16 കോടി റിസർവ് കൂടിയിട്ടുണ്ട്. പക്ഷേ ബോറോയിങ് 77.85. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് കമ്പനിക്ക് 45 കോടി ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഒരു പക്ഷേ കുറച്ച് പൈസ അവരെ കടമായിട്ട് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിരിക്കുന്നത്. പക്ഷേ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ കമ്പനിയുടെ ഏണിങ്സ് ക്ലാരിറ്റി, കമ്പനിയുടെ ഗ്രോത്ത് ട്രജക്ടറി, കമ്പനിയുടെ പ്ലാൻസ് ഒക്കെ എന്താ പറയണ്ടേ, വളരെ പ്ലാൻഡ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രൊമോട്ടറിൽ 62% ഉണ്ട്, FISിൽ 5.01 ഉണ്ട്, DSിൻ്റെ 0.01 ഉണ്ട്. നമുക്ക് റേറ്റിംഗ് കൂടെ നമുക്ക് നോക്കാം. ഈ കമ്പനിയുടെ റേറ്റിംഗ് നോക്കുക, ക്രിസിൽ റേറ്റിംഗ് ആണ്. റേറ്റിംഗ് അപ്ഗ്രേഡ് ടു ക്രിസിൽ BBB ലേറ്റസ്റ്റ് ആണ്, April 25, 2024. റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് വളരെ സ്റ്റേബിൾ ആണ്, വളരെ ബ്രില്യൻ്റ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. സോ കമൻറ്റബിൾ റിസൾട്ടാണ് സൺഷൈൻ കെമിക്കൽസ് തന്നിരിക്കുന്നത്.